Dear students, welcome to Learner's World. In this video, I'm going to talk about solved textual questions and activities, Part 5, Non-Standard English, New Textbook, Kerala Syllabus, Unit 1, Hours and Years, Nothing Twice. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ ആക്ടിവിറ്റി 2 ആണ് ചെയ്യാൻ പോകുന്നത്. Nainika, a class 9 student, went home and narrated the story half a day to her younger brother. The first few sentences of Nainika's narration are given below. Read them carefully. Activity 2 എന്ന് പറയുന്നത് നൈനിക അവൾ വീട്ടിലെത്തിയതിന് ശേഷം തൻ്റെ യങ്ങർ ബ്രദറിന് ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി, നഗീബ് മഹ്ഫൂസിൻ്റെ ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി നരേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കുറച്ച് വരികൾ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിതിൻ, ഐ റീഡ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ടുഡേ. അപ്പം നിതിനാണ് യങ്ങർ ബ്രദർ. ഞാനിന്ന് നല്ല രസകരമായിട്ടുള്ളൊരു സ്റ്റോറി വായിച്ചു. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ ലിറ്റിൽ ബോയ്. ഒരു ചെറിയ കുട്ടിയുടെ സ്റ്റോറി ആയിരുന്നു. ഹി വാസ് ടേക്കൺ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ഹിസ് ഫാദർ. അപ്പോൾ ആദ്യമായിട്ട് അവൻ്റെ അച്ഛനാണ് അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോയത്. ഓൾ ഹിസ് ക്ലോത്ത്സ്, ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടാർബൂഷ് വെർ ന്യൂലി ബോട്ട് ഫോർ ദ സ്പെഷ്യൽ ഡേ. അപ്പോൾ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഡേ ആണല്ലോ. അപ്പോൾ അവൻ്റെ യൂണിഫോം, ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ, അതുപോലെ ബ്ലാക്ക് ഷൂ, ഗ്രീൻ സ്കൂൾ യൂണിഫോം, അതുപോലെ റെഡ് ടാർബൂഷ്, റെഡ് കളറിലുള്ള തൊപ്പി, ഇതെല്ലാം പുതിയതായിരുന്നു. വെൽ ഹി വാസ് വാക്കിംഗ് ടു സ്കൂൾ, ഹി വാസ് ബീങ് വാഷ്ഡ് ബൈ ഹിസ് മദർ. അങ്ങനെ അവൻ്റെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ അമ്മ നോക്കുന്നുണ്ടായിരുന്നു. ഹിസ് ഫാദർ ആൻഡ് ഹി ഹാഡ് വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലാൻഡ് വിത്ത് ഗാർഡൻ ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ അവൻ്റെ അച്ഛനും കൂടെ നടന്നു പോകുന്ന സമയത്ത് സ്ട്രീറ്റിൽ രണ്ട് ഭാഗത്തും ഗാർഡൻസ് ആയിരുന്നു. Extensive field that had been planted with crops, prickly pears, henna trees and a few date palms could be seen on each side of the street. അപ്പോൾ രണ്ട് സൈഡിലും ഒരുപാട് കൃഷികളുണ്ടായിരുന്നു. ഹെന്ന ട്രീസ്, പിയേഴ്സിൻ്റെ ട്രീസ്, ഡേറ്റ് പാംസ് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് സ്റ്റോറി നൈനിക അവളുടെ യങ്ങർ ബ്രദറിന് വിവരിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. നൗ റീഡ് ദ സ്റ്റോറി ഹാഫ് എ ഡേ അഗെയിൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസസ് ഇൻ ദ സ്റ്റോറി ദാറ്റ് കൺവേ ദ സെയിം മീനിങ്. റൈറ്റ് ദ സെൻറ്റൻസസ് ഇൻ ടേബിൾ ഗിവൺ ബിലോ. അതായത് നിങ്ങളോട് ഹാഫ് എ ഡേ, നഗീബ് മഹ്ഫൂസിൻ്റെ ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി വീണ്ടും വായിക്കാൻ പറയാണ്. എന്നിട്ട് നൈനിക തൻ്റെ ബ്രദറിന് വിവരിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോറിയും അതുപോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിട്ടുള്ള സ്റ്റോറിയും ഒന്ന് മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് താഴെ 2 കോളം കൊടുത്തിട്ടുണ്ട്. സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. അത് നിങ്ങൾ വായിച്ച സമയത്ത് ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്ന ആ ഒരു സ്റ്റോറിയുടെ സെൻറ്റൻസസ് ഇവിടെ എഴുതാനും, സെൻറ്റൻസസ് ഇൻ നൈനികാസ് വേർഷൻ, നൈനിക തൻ്റെ യങ്ങർ ബ്രദർക്ക് പറഞ്ഞു കൊടുത്ത ആ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അതിലെ സെൻറ്റൻസസ് ഈ കോളത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമുക്ക് 2 കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സെൻറ്റൻസസ് ഇൻ നൈനികാസ് വേർഷൻ. അപ്പോൾ നൈനിക പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റോറിയുടെ സെൻറ്റൻസസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി, നമ്മൾ വായിച്ച ആ ഒരു സ്റ്റോറിയിലെ ഹാഫ് എ ഡേയിലെ സെൻറ്റൻസസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് നൈനിക പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ യങ്ങർ ബ്രദറിന്. ഹി വാസ് ടേക്കൺ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ഹിസ് ഫാദർ. അതായത് അവനെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് അവൻ്റെ അച്ഛനാണ്. അപ്പോൾ ഇതാണ് നൈനിക പറഞ്ഞു കൊടുത്തത്. പക്ഷേ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സ്റ്റോറി ഇങ്ങനെയാണ്. ഐ പ്രൊസീഡഡ് അലോങ് സൈഡ് മൈ ഫാദർ ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ് റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ദ ലോങ് സ്ട്രൈഡ്സ് ഹി വാസ് ടേക്കിംഗ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ കൈകൾ പിടിച്ചിട്ട്, അച്ഛൻ്റെ വലത് കൈ പിടിച്ചിട്ട്, വലത് കൈയിൽ തൂങ്ങിയിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. അച്ഛൻ്റെ കൂടെ ഞാൻ നടന്നെത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് സ്റ്റോറിയിൽ
എഴുതിയിരിക്കുന്നത്. അടുത്തത് നൈനിക പറഞ്ഞ സെൻറ്റൻസ് ആണ്. ഓൾ ഹിസ് ക്ലോത്ത്സ്, ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടാർബൂഷ് വർ ന്യൂലി ബോട്ട് ഫോർ ദ സ്പെഷ്യൽ ഡേ. അവൻ്റെ ആ ഒരു ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ, ആ ഒരു സ്പെഷ്യൽ ഡേയിൽ അവൻ്റെ ക്ലോത്ത്സ്, ഷൂസ്, യൂണിഫോം, റെഡ് ടാർബൂഷ് ഇതൊക്കെ പുതിയതായിരുന്നു എന്ന് നൈനിക പറയുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ വായിക്കുമ്പോൾ എങ്ങനെയാണ് അത് വരുന്നത്? ഓൾ മൈ ക്ലോത്ത്സ് വെർ ന്യൂ, ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ ഷൂ, സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടാർബൂഷ്. എൻ്റെ വസ്ത്രങ്ങളെല്ലാം പുതിയതായിരുന്നു. എൻ്റെ ബ്ലാക്ക് ഷൂ, എൻ്റെ യൂണിഫോം, എൻ്റെ ടാർബൂഷ് ഇതൊക്കെ പുതിയതായിരുന്നു എന്നുള്ള തരത്തിലാണ് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് നൈനിക പറയുന്നത്, വൈൽ ഹി വാസ് വാക്കിംഗ് ടു സ്കൂൾ ഹി വാസ് ബീങ് വാഷ്ഡ് ബൈ ഹിസ് മദർ. അവൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ അമ്മ അവനെ വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് നൈനികയുടെ വേർഷൻ. അത് നമ്മുടെ ടെക്സ്റ്റിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നത്? My mother stood at the window watching our progress, and I would turn towards her from time to time as though appealing for help. എൻ്റെ അമ്മ എന്നെ വിൻഡോയിലൂടെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അമ്മയെ തിരിഞ്ഞു നോക്കി. എന്തിനാന്ന് വെച്ചാൽ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യും, അമ്മ എന്നെ തിരിച്ചു വിളിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് നൈനികയുടെ വേർഷനാണ്. ഹിസ് ഫാദർ ആൻഡ് ഹി ഹാഡ് വാക്ക്ഡ് അലോങ് സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ് ഓൺ ബോത്ത് സൈഡ്സ്. അവനും അവൻ്റെ അച്ഛനും കൂടെ സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്ന സമയത്ത് രണ്ട് ഭാഗത്തും ഗാർഡൻസ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ടെക്സ്റ്റിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? വി വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ് ഓൺ ബോത്ത് സൈഡ്സ് വർ എക്സ്റ്റെൻസീവ് ഫീൽഡ് പ്ലാന്റ് വിത്ത് ക്രോപ്സ്, പ്രിക്ലി പിയേഴ്സ്, ഹെന്ന ട്രീസ് ആൻഡ് ഫ്യൂ ഡേറ്റ് പാംസ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന വേർഷനാണ്. ഞങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഞങ്ങളുടെ ആ ഒരു സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിലും വിശാലമായിട്ടുള്ള കൃഷിയിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിയേഴ്സ് ഉണ്ടായിരുന്നു, ഹെന്ന ട്രീസ് ഉണ്ടായിരുന്നു, ഡേറ്റ് പാംസ് ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലാണ് ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നൈനികയുടെ വേർഷനാണ്. Extensive fields that had been planted with crops, prickly pears, henna trees and a few dates palms could be seen on either side of the street. വിശാലമായിട്ടുള്ള ഒരു കൃഷിയിടമാണ്. അവിടെ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട്. പിയേഴ്സ്, ഹെന്ന ട്രീസ്, പാംസ് ഒക്കെ നമുക്ക് രണ്ട് സൈഡിലും കാണാൻ കഴിയും. അത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഓൺ ബോത്ത് സൈഡ്സ് ഫോർ എക്സ്റ്റെൻസീവ് ഫീൽഡ് പ്ലാന്റ് വിത്ത് ക്രോപ്സ്, പ്രിക്ലി പിയേഴ്സ്, ഹെന്ന ട്രീസ് ആൻഡ് ഫ്യൂ ഡേറ്റ് പാംസ്. ഇങ്ങനെയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നൗ ലെറ്റ്സ് അനലൈസ് ദ സെൻറ്റൻസസ്. അതായത് ഇനി പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസസ് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഡിഫറൻസസ് ഡു യു നോട്ടീസ് ബിറ്റ്വീൻ ദ ടു സെറ്റ്സ് ഓഫ് സെൻറ്റൻസസ് ഇൻ ദ ടേബിൾ. ആ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്ന രണ്ട് സെൻറ്റൻസസും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്? വിച്ച് ഓഫ് ദീസ് സെൻറ്റൻസസ് എക്സ്പ്രസ് ദ ആക്റ്റീവ് റോൾ ഓഫ് ദ ഡൂവർ ഓഫ് ദ ആക്ഷൻ മെൻഷൻഡ്. അതായത് ഈ ഒരു സെൻറ്റൻസിൽ ഡൂവർ ഓഫ് ദ ആക്ഷൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ് എന്നുള്ളതൊക്കെയാണ് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ആക്റ്റീവ് വോയിസ്, അതുപോലെ എന്താണ് പാസീവ് വോയിസ് എന്നുള്ളത്. ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് ഡൂവർ ഓഫ് ദ ആക്ഷൻ ആണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, റീത റോട്ട് എ ലെറ്റർ. റീത എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്, റോട്ട് എഴുതി എന്ന് പറയുന്നത് വേർബാണ്, ലെറ്റർ എന്ന് പറയുന്നത് ഓബ്ജക്റ്റാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡൂവർ ഓഫ് ദ ആക്ഷൻ എന്ന് പറയുന്നത് റീത്തയാണ്. അതുപോലെ ഈ ഒരു ആക്റ്റീവ് വോയിസിൻ്റെ സെൻറ്റൻസ് പാറ്റേൺ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഓബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതാദ്യം മനസ്സിലാക്കണം. ദെൻ വാട്ട് ഈസ് പാസീവ് വോയിസ്? സബ്ജക്റ്റ് ഈസ് റിസീവർ ഓഫ് ദ ആക്ഷൻ. ഇവിടെ സബ്ജക്റ്റ് ആണ് ആക്ഷൻ റിസീവ് ചെയ്യുന്നത്, ഡൂവർ അല്ല ഇവിടെ പാസീവ് വോയിസിൽ. ഫോർ എക്സാമ്പിൾ, എ ലെറ്റർ വാസ് റിട്ടൺ ബൈ റീത്ത. ലെറ്റർ എഴുതിയിരിക്കുന്നത് റീത്തയാണ്. ഇവിടെ സെൻറ്റൻസ് പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ടാവും. ലെറ്റർ എന്ന് പറയുന്നത് ഓബ്ജക്റ്റാണ്, പ്ലസ് ഓക്സിലറി വേർബ് വാസ് റിട്ടൺ, ദെൻ റീത്ത എന്ന് പറയുന്നത് സബ്ജക്റ്റ്. നമ്മളെപ്പോഴും പാസീവ് വോയിസിനെ കണ്ടെത്താൻ ഉള്ളൊരു ടിപ്പാണ്
പാസീവ് വോയിസിൽ എപ്പോഴും സബ്ജക്റ്റിൻ്റെ മുമ്പ് ബൈ എന്ന് കാണാൻ കഴിയും. ഏതൊരു പാസീവ് വോയിസ് എടുത്തു കഴിഞ്ഞാലും സബ്ജക്റ്റിൻ്റെ മുമ്പിൽ ബൈ എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ നമുക്ക് പാസീവ് വോയിസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മാച്ച് ദ സെൻറ്റൻസസ് ഇൻ പാസീവ് വോയിസ് ടു ദ കറസ്പോണ്ടിങ് സിറ്റുവേഷൻ. താഴെ 2 കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു കോളത്തിൽ സെൻറ്റൻസസ് ഇൻ പാസീവ് വോയിസിലുള്ള സെൻറ്റൻസസ് ആണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കോളത്തിൽ സിറ്റുവേഷൻസ് ആണ്, അതായത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പാസീവ് വോയിസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇത് ഓർഡറിലല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് കറക്റ്റ് ഓർഡർ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓർഡർ ആക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം, ആൻസർ നോക്കാം. ദ വുമൻസ് റിസർവേഷൻ ബിൽ വാസ് പാസ്ഡ് ബൈ ദ ലോക്സഭ. ഫസ്റ്റത്തെ ദ വുമൻസ് റിസർവേഷൻ ബിൽ വാസ് പാസ്ഡ് ബൈ ദ ലോക്സഭ എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ടിംഗ് ആൻഡ് ഇവൻ്റാണ്. ഓക്കെ, ആ ഒരു വുമൻസ് റിസർവേഷൻ ബില്ല് പാസ് ചെയ്ത ലോക്സഭയാണ്. അതൊരു ഇവൻറ്റ് റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ റിപ്പോർട്ടിംഗ് ആൻഡ് ഇവൻ്റാണ്. അടുത്തത് രണ്ടാമത്തത് ദ ഡിസിഷൻ ടു കണ്ടക്ട് ദ ടൂർ വാസ് ടേക്കൺ ബൈ ദ ഹെഡ് മിസ്ട്രസ്. ആ ടൂറിൻ്റെ ഡിസിഷൻ എടുത്തത് ഹെഡ് മിസ്ട്രസ് ആണ് എന്നുള്ളതാണ്. അതൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആണ്, ഒരു അറിയിപ്പാണ് അത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആണ്. മൂന്നാമത്തത് സോഫ്റ്റ്വെയർ വാസ് ഇൻസ്റ്റാൾഡ് ഓൺ ദ കമ്പ്യൂട്ടർ. സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തു. അതൊരു ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷനാണ്. ഓക്കെ, ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷനാണ്. നെക്സ്റ്റ് ദ പേഷ്യൻറ്റ് വാസ് എക്സാമിൻഡ് ബൈ എ ടീം ഓഫ് ഡോക്ടേഴ്സ്. പേഷ്യൻറ്റിന് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സാണ് എക്സാമിൻ ചെയ്തത്. അത് ഒരു ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ റിപ്പോർട്ട്സാണ്. അടുത്തത് ദ കോൺട്രാക്റ്റ് വാസ് സൈൻഡ് ബൈ ബോത്ത് പാർട്ടീസ്. അതൊരു ലീഗൽ ഡോക്യുമെൻറ്റ്സ് ആണ്. ദെൻ ദ ഓർഡർ വാസ് ആക്സെപ്റ്റഡ് ബൈ ദ വെൻഡർ. അതൊരു ബിസിനസ് കറസ്പോണ്ടൻസ് ആണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള മാച്ച് ചെയ്തിട്ടുള്ള ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. A few statements based on the story half a day are given below. Analyze them and note the change in the form of the verb. താഴെ ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റണം. അതിനുശേഷം ആ ഒരു ആക്റ്റീവ് വോയിസിലെ വേർബ് ഇവിടെ എഴുതണം. അതുപോലെ പാസീവ് വോയിസിലെ വേർബ് എഴുതണം. ഇതാണ് ടാസ്ക്. ഓക്കെ, ആദ്യത്തെ നമുക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്തു തന്നിട്ടുണ്ട്, നോക്കാം. ഐ ചലഞ്ചഡ് മൈ ഫാദർ ഓപ്പൺലി. ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണ്. ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ചലഞ്ചഡ് എന്ന് പറയുന്നത് വേർബാണ്. ദെൻ ഒബ്ജക്റ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് സെൻറ്റൻസ് പാറ്റേൺ ശ്രദ്ധിക്കുക. ആദ്യം വരുന്നത് ഒബ്ജക്റ്റ് ആയിരിക്കും. ഇവിടെ ഒബ്ജക്റ്റ് എന്താണ്? ഫാദറാണ്. മൈ ഫാദർ വാസ് ഓപ്പൺലി ചലഞ്ചഡ്. ദെൻ വേർബ്. ദെൻ മീ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ബൈ പാസീവ് വോയിസ് എപ്പോഴും സബ്ജക്റ്റിന് മുമ്പിൽ ബൈ ഉണ്ടാകും, അത് ശ്രദ്ധിക്കുക. ഇതിൻ്റെ വേർബ് ഫ്രേസ് എന്ന് പറയുന്നത് ചലഞ്ച്ഡ് ആണ് ആക്റ്റീവ് വോയിസിൽ. പാസീവ് വോയിസിൻ്റെ വെർബ് ഫ്രേസ് എന്ന് പറയുന്നത് വാസ് ചലഞ്ച്ഡ് ആണ്. രണ്ടാമത് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹീ സ്ട്രോയ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്. അവൻ എന്നെ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് എറിഞ്ഞു. ഇവിടെ ഹീ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ത്രോയിങ് എന്ന് പറയുന്നത് വേർബാണ്. ദെൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ പാസീവ് വോയിസിലേക്ക് എഴുതുന്ന സമയത്ത് ആദ്യം ഒബ്ജക്റ്റാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആൻസർ ഇങ്ങനെയാണ്. ഐ ആം ബീയിങ് ത്രോൺ ഇൻ ടു ദിസ് ബിൽഡിംഗ് ബൈ ഹിം. ഐ ആം ബീയിങ് ത്രോൺ ഇൻ ടു ദിസ് ബിൽഡിംഗ് ബൈ ഹിം. അതായത് അവനാൽ എന്നെ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് എറിയപ്പെട്ടു. അതിൻ്റെ വേർബ് ഫ്രേസ് പാസീവ് വോയിസിലുള്ള വേർബ് ഫ്രേസാണ് ഐ ആം ബീയിങ് ത്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആക്റ്റീവ് വോയിസിലുള്ള വേർബ് ഫ്രേസാണ് ഈസ് ത്രോയിങ് എന്ന് പറയുന്നത്.
ദെൻ പാസീവ് വോയിസിലുള്ള വേർബ് ഫ്രേസാണ് ഐ എം ബീയിങ് ത്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് നോക്കാം. ഫാദർ വാസ് സ്റ്റിയറിങ് മീ അവേ ഫ്രം മൈ ഹോം. ഫാദർ വാസ് സ്റ്റിയറിങ് മീ അവേ ഫ്രം മൈ ഹോം. അത് പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഐ വാസ് ബീയിങ് ടോൺ അവേ ഫ്രം മൈ ഹോം ബൈ ഫാദർ. അപ്പോൾ അതിൽ ആക്റ്റീവ് വോയിസിലുള്ള വേർബ് ഫ്രേസാണ് വാസ് സ്റ്റിയറിങ് എന്ന് പറയുന്നത്. ദെൻ പാസീവ് വോയിസിലുള്ള വേർബ് ഫ്രേസാണ് വാസ് ബീയിങ് ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ മെൻ വേർ സോർട്ടിങ് അസ് എന്ന് പറയുന്നത് പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് വി വേർ ബീയിങ് സോർട്ടഡ് ബൈ ദ മെൻ. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് വോയിസിലുള്ള വേർബ് ഫ്രേസാണ് വേർ സോർട്ടിങ് എന്ന് പറയുന്നത്. പാസീവ് വോയിസിലുള്ള വേർബാണ് വേർ ബീയിങ് സോർട്ടഡ്. ഓക്കെ, നെക്സ്റ്റ് ഹി ഹാസ് പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ്. അതിൻ്റെ പാസീവ് വോയിസ് എങ്ങനെയാണെന്ന് നോക്കാം. ഹി ഹാസ് പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ്. അതിൻ്റെ ആക്റ്റീവ് വോയിസിലുള്ള വേർബ് ഫ്രേസാണ് ഹാസ് പ്ലേഡ് എന്ന് പറയുന്നത്. അതിന് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഓൾ സോർട്സ് ഓഫ് ഗെയിംസ് ഹാവ് ബീൻ പ്ലേഡ് ബൈ ഹിം. ദെൻ വേർബ് ഫ്രേസ് ഹാവ് ബീൻ പ്ലേഡ്. ഓക്കെ, അടുത്തത് വി ഹാവ് ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ്. ഓക്കെ, അതിൻ്റെ വേർബ് ഫ്രേസ് ആക്റ്റീവ് വോയിസിലുള്ള വേർബ് ഫ്രേസാണ് ഹാവ് ചാൻറ്റഡ് എന്ന് പറയുന്നത്. അതിന് പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് അവർ ഫസ്റ്റ് സോങ് ഹാസ് ബീൻ ചാൻറ്റഡ് ബൈ അസ്. പാസീവ് വോയിസിൻ്റെ വേർബ് ഫ്രേസാണ് ഹാസ് ബീൻ ചാൻറ്റഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ദേ ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ് ലാംഗ്വേജ് ടു അസ്. അതിൻ്റെ ആക്റ്റീവ് വോയിസിലുള്ള വേർബ് ഫ്രേസ് ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. പാസീവ് വോയിസിലേക്ക് അതിനെ മാറ്റുന്ന സമയത്ത് ലാംഗ്വേജ് ഹാഡ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു അസ് ബൈ ദം. ദെൻ പാസീവ് വോയിസിലുള്ള വേർബ് ഫ്രേസാണ് ഹാഡ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. പിന്നെ ഏഴാമത്തേത് എന്താ നോക്കാം. ഐ ഷാൾ നോട്ട് അനോയ് യു. അതിൻ്റെ ആക്റ്റീവ് വോയിസിലുള്ള വേർബ് ഫ്രേസ് ഷാൾ നോട്ട് അനോയ്. ദെൻ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ യു ഷാൾ നോട്ട് ബി അനോയ്ഡ് ബൈ മീ. അതിൻ്റെ വേർബ് ഫ്രേസാണ് ഷാൾ നോട്ട് ബി അനോയ്ഡ്.